Assalamu alaikum wa rahmatullah. Welcome back to my channel. Let's learn together. Marhaban bikum ya ahibbai. കൈഫൽ ഹാൽ? എല്ലാവർക്കും സുഖമല്ലേ? ഇതുവരെ നമ്മൾ എന്താണ് പഠിച്ചത്? 4th സ്റ്റാൻഡേർഡിലെ 3rd യൂണിറ്റ് ആണല്ലേ. ഇന്ന് നമുക്ക് 3rd യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം നോക്കാം. എന്താണ് പാഠത്തിൻ്റെ പേര്? കഴിഞ്ഞ പാഠത്തിൽ എന്താണ് നമ്മൾ പഠിച്ചതെന്ന് എല്ലാവർക്കും ഓർമ്മയില്ലേ? ആലു അദ്നാനാണല്ലേ പഠിച്ചത്. അദ്നാൻ്റെ കുടുംബത്തെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ അതേപോലെ കുടുംബത്തെ പറ്റിയുള്ള ഒരു കവിതയാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് പാഠത്തിൻ്റെ പേര്? യാ ഉസ്റത്തി. ഉസ്റത്ത് എന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾക്കറിയാമോ? ഉസ്റത്തിന് എന്ന് വെച്ചാൽ കുടുംബം. ഉസ്റത്തി എൻ്റെ കുടുംബം. ഇവിടെ കുട്ടി എൻ്റെ കുടുംബത്തെ പറ്റിയാണ് പാട്ട് പാടുന്നത്. നമുക്ക് നോക്കാം അവരെങ്ങനെയാണ്, എന്തൊക്കെയാണ് കുടുംബത്തെ പറ്റിയും കുടുംബത്തിലെ അംഗങ്ങളെ പറ്റിയും ഒക്കെ പാടുന്നതെന്ന്. ഉസ്റത്തി എന്ന് വെച്ചാൽ എൻ്റെ ഫാമിലി. യാ ഉസ്റത്തി, ഓ മൈ ഫാമിലി, എൻ്റെ കുടുംബമേ. നമുക്ക് നോക്കിയാലോ, പാട്ടൊന്ന് നമുക്ക് ഒരുമിച്ച് പാടി നോക്കിയാലോ. ഫീ ഉസ്റത്തി അൽഖല്ലമാന ألقى المحبة والأمانة ما لنا رمز العطاء في قلبها نبع الوفاء باب التفاني في العمل أحلامه تحب الأمل أختي هدى فنانة لوحاتها فتانة وأخي يحب المدرسة عنها يقول المعنسة جدي نراه في الصبا يسقي لنا زهر اللقاح وحكاية من جدتي عن صبرها في شدتي يا أسرتي أنت المنى يا ربنا احفظ حالنا. നല്ലൊരു പാട്ടാണല്ലേ കുടുംബത്തെ പറ്റിയുള്ളത്. ആരാണിത് എഴുതിയത്? അസാദ് അദ്ദുബ്ര എന്ന ആളാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടപ്പെട്ടോ? ഇനി നമുക്ക് നോക്കാം കുടുംബത്തെ പറ്റി എന്താണ് പറയുന്നതെന്ന്. നിങ്ങളെല്ലാവരും ഒന്ന് പാടി നോക്കണേ. ഫീ ഉസ്റത്തി അൽഖൽ അമാന അൽഖൽ മഹബ്ബത വൽ അമാന. ഫീ ഉസ്റത്തി എൻ്റെ കുടുംബത്തിൽ, അൽഖൽ അമാന എന്താണ്? അള്ളാഹു സമാധാനം ഇട്ടു തന്നു. അൽ അമാൻ സമാധാനം. അൽഖ എന്ന് വെച്ചാൽ എന്താണ്? ഇട്ടു തന്നു. ആരാണ് നമുക്ക് എന്തെങ്കിലും തരാറ്? പടച്ചോനാണല്ലേ. അൽഖൽ മഹബ്ബത്ത് വൽ അമാൻ എന്തും കൂടി നൽകിയിട്ടുണ്ട്. സ്നേഹവും സമാധാനവും ഒക്കെ നൽകിയിട്ടുണ്ട്. നമ്മളെ കുടുംബം എങ്ങനെയാണ്? പരസ്പരം എല്ലാവരും നല്ല സ്നേഹത്തിലും അടുപ്പത്തിലും ഒക്കെയല്ലേ. ഇനിയോ മാമാ ലന റംസുൽ അഅ്താ. ഉമ്മ എന്ന് പറയുന്നത് എന്താണ്? ഉമ്മ നമുക്കൊരു സിമ്പലാണ്. എന്തിൻ്റെ? അതാ, നമുക്കെല്ലാം നൽകുന്നതിൻ്റെ ഒരു ഐക്കണല്ലേ നമ്മുടെ ഉമ്മ. നമുക്കെല്ലാം ചെയ്തു തരുന്നത് ആരാണ്? ഫീ ഖൽബിഹ നബഉൽ വഫാ. ഉമ്മയുടെ ഹൃദയം എങ്ങനെയാണ്? നബഉ അൽ വഫാ. എല്ലാത്തിൻ്റെയും, എല്ലാ സമർപ്പണത്തിൻ്റെയും ഒക്കെ ഒരു ഉറവിടമാണല്ലേ. അതിങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയാണ് നമുക്ക് നന്മ ചെയ്തുകൊണ്ട്. ഇനി ഉപ്പ എങ്ങനെയാണ്? ഉപ്പയെ പറ്റി എന്താണ് പറയുന്നത് എന്ന് നോക്കിക്കേ. ബാബത്ത് തഫാനി ഫിൽ അമൽ. ഉപ്പ എങ്ങനെയാണ്? അത്തഫാനി അദ്ദേഹം മുഴുകിക്കൊണ്ടാണ്. ഫിൽ അമൽ എന്തിലാണ്? ഉപ്പ നന്നായി ജോലി എടുക്കുന്നത് കൊണ്ടല്ലേ ഉപ്പയ്ക്ക് ശമ്പളം കിട്ടുന്നതും നമുക്ക് സുഖമായി ജീവിക്കാൻ പറ്റുന്നതുമൊക്കെ. അഹ്ലാമുഹു തഹബുൽ അമൽ. അദ്ദേഹത്തിൻ്റെ സ്വപ്നവും ചിന്തകളും ഒക്കെയാണ് എന്ത്? തഹബുൽ അമൽ നമ്മുടെ പ്രതീക്ഷയല്ലേ. അദ്ദേഹത്തിൻ്റെ നന്നായി അദ്ദേഹം വർക്ക് ചെയ്യുന്നത് കൊണ്ടല്ലേ നമുക്ക് നന്നായി ജീവിക്കാൻ കഴിയുന്നത്. ഉഖ്തി ഹുദ ഫന്നാനത്തുൻ. ഉഖ്ത് എന്ന് വെച്ചാൽ ആരാണ്? ഉഖ്തുൻ സഹോദരി. ഉഖ്തി മൈ സിസ്റ്റർ. ഹുദ ഫന്നാന. ഹുദ ആരാണ്? ഹുദ ഫന്നാനത്താണ്, നല്ലൊരു ആർട്ടിസ്റ്റാണ് കേട്ടോ. ലൗഹാത്തുഹ ഫത്താന. ലൗഹാത്തുഹ അവളുടെ ക്യാൻവാസ് എങ്ങനെയുള്ളതാണ്? ഫത്താന, അത് അടിപൊളിയാണ്, നല്ല രസമാണ് അവളുടെ ക്യാൻവാസ് കാണാൻ. അപ്പോൾ ഹുദ എങ്ങനെയുള്ള ആളാണ്? ഹുദ നല്ല കഴിവുറ്റ ഒരു ആർട്ടിസ്റ്റാണ് കേട്ടോ. വ അഹി യുഹിബുൽ മദ്രസ. വ അഹി, ആരാണ്? എൻ്റെ സഹോദരൻ. യുഹിബുൽ മദ്രസ, അവൻ സ്കൂളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്.
അൻഹ യഖൂലുൽ മുഅ്നിസ. അവൻ എന്താണ് സ്കൂളിനെ പറ്റിയൊക്കെ പറയുന്നത്? അവന് ഏറ്റവും ഇഷ്ടമുള്ള നല്ല ആശ്വാസം നൽകുന്ന ഒരിടമാണ് അവന് സ്കൂള്. ജദ്ദി നറാഹു ഫി സ്വബാഹ്. ജദ്ദുനാരാണ്? ജദ്ദി മൈ ഗ്രാൻഡ് ഫാദർ, നറാഹു ഫി സ്വബാഹ്, അദ്ദേഹത്തിന് രാവിലെ കാണാം. യസ്ഖി ലനാ സഹറൽ അഖാഹി. അഖാഹ് എന്ന പൂവിന് നനച്ചു കൊടുക്കുന്നതാണ് കാണുക രാവിലെ തന്നെ. അപ്പോൾ ജദ് എന്താണ് ചെയ്യാറ്? അദ്ദേഹം ചെടിക്കൊക്കെ നല്ലോണം വെള്ളം ഒഴിച്ചു നല്ലവണ്ണം പരിപാലിക്കുന്ന ആളാണ്. വഹിക്കായത്തുൻ മിൻ ജദ്ദത്തി. വഹിക്കായത്തുൻ, നിങ്ങൾക്ക് ആരാണ് കഥയൊക്കെ പറഞ്ഞു തരാറ്? നിങ്ങളുടെ വല്യമ്മയായിരിക്കാം അല്ലേ? ഗ്രാൻഡ് പാരൻസ് അല്ലേ പൊതുവേ നമുക്ക് നല്ല കഥകളൊക്കെ പറഞ്ഞു തരാറ്. ഇവിടെ അതേപോലെ ഈ കുട്ടിയുടെ ഗ്രാൻഡ്മ ആണ് കഥ പറഞ്ഞു കൊടുക്കുന്നത്. ജദ്ദത്തി മൈ ഗ്രാൻഡ് മദർ. അവരുടെ സ്റ്റോറി എങ്ങനെയുള്ളതാണ്? ആൻഡ് സൊബരിഹ ഫി ഷിദ്ദത്തി. സൊബർ എന്താണ്? സൊബർ എല്ലാവർക്കും അറിയുന്നതല്ലേ. ആ സൊബറു നിസ്ഫുൽ ഈമാൻ. ആൻഡ് സൊബരിഹ അവരുടെ ക്ഷമയാണ്. ഫി ഷിദ്ദത്തി എല്ലാ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലുമൊക്കെ അവരുടെ ക്ഷമയെ പറ്റിയുള്ള കഥകളാണ് അവർ പറഞ്ഞു കൊടുത്തത്. എന്തിനാണ് അത്തരം കഥകളൊക്കെ നമ്മോട് പറയുന്നത്? നമ്മൾക്ക് ഇനിയും ജീവിക്കാനുള്ളതാണല്ലേ, ജീവിതം ഇനിയും മുന്നോട്ടുള്ളതാണ്. അന്നേരം ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടേക്കാം. അതൊക്കെ ധൈര്യപൂർവ്വം നേരിടാനും അതിനൊക്കെ അതിജീവിച്ച് നല്ല രീതിയിൽ ജീവിക്കാനും വേണ്ടിയാണ് അത്തരം കഥകൾ പറഞ്ഞ് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇനിയോ യാ ഉസ്രത്തി അൻതിൽ മുന. നമ്മുടെ കുടുംബം എന്താണ്? കുടുംബം നമുക്കുള്ള പ്രതീക്ഷയാണല്ലേ, നമുക്കുള്ള അത്താണിയാണ്. നമുക്ക് എല്ലാ പ്രയാസങ്ങളും വരുമ്പോഴും എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ ഓടി അടുക്കാറ് ആരടുത്തേക്കാണ്? കുടുംബത്തിലേക്കാണല്ലേ. കുടുംബമാണ് നമുക്കുള്ള ആശ്രയം. യാ റബ്ബന ഇഹ്ഫിൽഹാ ലനാ. അതുകൊണ്ട് ആ കുട്ടി പ്രാർത്ഥിക്കുകയാണ്, ഈ കുടുംബത്തെ ഞങ്ങൾക്ക് വേണ്ടി നീ രക്ഷിക്കണമേ എന്ന്. സമാധാനവും സന്തോഷവും എല്ലാവിധ സർവ്വ ഐശ്വര്യങ്ങളും നൽകി കുടുംബത്തെ രക്ഷിക്കണേ എന്നാണ്, സംരക്ഷിക്കണേ എന്നാണ് കുട്ടി പ്രാർത്ഥിക്കുന്നത്. നമ്മളെല്ലാവരും ഇതുപോലെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറില്ലേ? മാതാപിതാക്കൾക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? എന്താണ് മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറ്? റബ്ബിർഹംഹുമ കെമാ റബ്ബയാനി സഗീറ അല്ലേ? ഇതുപോലെ നമ്മളെല്ലാവരും കുടുംബക്കാർക്കും ഫ്രണ്ട്സിനും നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ആളുകൾക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്താണ്? ശക്തമായ ആയുധമല്ലേ. പഠിച്ചോന് ആ പ്രാർത്ഥന വഴി ഒരാളുടെ വിധി തന്നെ മാറ്റാൻ പറ്റുമല്ലേ. അതുകൊണ്ട് എല്ലാവരും പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തുക. ഇനി എല്ലാവരും ഈ കവിത ഒന്നുകൂടി പാടി നോക്കിക്കേ. നമുക്ക് ഒരുമിച്ച് പാടി നോക്കാം. في أسرتي ألقى الأماني يلقى المحبة والأمان ما لنا رمز الدعتاع في قلبها نبع الوفاء باب التفاني في العمل أحلامه نهب الأمل أختي هدى فنانة لوحاتها فتانة وأخي يحب المدرسة عنها يقول المؤنسة جدي نراه في الصباح يسقي لنا زهر اللفا وحكاية من جدتي عن صبرها في شذتي يا أسرتي أنت المنى يا ربنا احفظها لنا. നല്ല കവിതയാണല്ലേ. എല്ലാവരും ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബത്തെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഇനി നിങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളും ഏത് രീതിയിലാണ്, എങ്ങനെയുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞു നോക്കിക്കേ. അവരുടെ ശീലങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ. നല്ല കേൾക്കാൻ ഇമ്പമുള്ള കവിതയാണല്ലേ. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. നഖ്താറു സത്റൽ മുനാസിബ ലിസൂറത്തിൻ മിനൽ മംലൂം. ഈ കവിതയിൽ നിന്ന് വല്ലിമേ അൽ ജദ്ദത്ത്, ആദ്യം ആരാണ്? അൽ ജദ്ദത്തു, അൽ അബു, അൽ ഉമ്മു, ഇവരെയൊക്കെ പറ്റി കവിതയിൽ പറയുന്ന ഭാഗങ്ങൾ നിങ്ങളൊന്ന് അടയാളപ്പെടുത്തി ഇങ്ങോട്ട് മാറ്റി എഴുതിയെടുത്തേ. ഇനി നമുക്ക് നോക്കിയാലോ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇവരെ പറ്റി പറയുന്നതെന്ന്. ആദ്യം നമുക്ക് ജദ്ദത്തിനെ പറ്റി പറയുന്ന വരി നോക്കാം. ജദ്ദത്ത് ആരാണ്? വല്ലിമയാണല്ലേ. ഇനി വല്ലിമയെ പറ്റി പറയുന്ന വരി നോക്കാം. ജദ്ദത്തിനെ പറ്റിയുള്ള കവിത നോക്കിക്കേ. വഹിക്കായത്തുൻ മിൻ ജദ്ദത്തി അൻ സ്വബരിഹ ഫി ഷിദ്ദത്തി. പ്രയാസങ്ങളിലൊക്കെ അവർ ക്ഷമയോടെ നിന്ന കഥയാണല്ലേ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ജദ്ദത്തിയെ പറ്റി പറയുന്നത്. ഇനി അടുത്തത് ആരെ പറ്റിയാണ്? അൽ അബുൻ വൽ ഉമ്മു. ഉമ്മയും ഉപ്പയും പറ്റിയിട്ടുള്ള വരിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്.
നമ്മൾ ഓൾറെഡി വായിച്ച് പഠിച്ചതാണ്. ഇനി നമുക്കൊന്നുകൂടി നോക്കാം ഏതാണ് ആ വരിയെന്ന്. ഇതേ നോക്കിക്കേ, ഉമ്മയെ പറ്റിയുള്ള വരി നോക്കിക്കേ. മാമാലന റംസുൽ അതാ ഫി ഖൽബിഹ നബഉൽ വഫാ. ഉമ്മ നമുക്ക് എന്താണ്? ഉമ്മ നമുക്കെല്ലാം നൽകുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണല്ലേ. അവരുടെ ഹൃദയം എങ്ങനെയാണ്? നമുക്കെല്ലാം ചെയ്തു തരാനുള്ള ഒരു സമർപ്പണ ബോധത്തോടെയുള്ള ഒരുപാട് സ്നേഹം വകഞ്ഞൊഴുകുന്ന ആളാണല്ലേ ഉമ്മ. ഇനി ഉപ്പ എങ്ങനെയാണ്? അടുത്ത വരി നോക്കിക്കേ. അടുത്ത വരി ഉപ്പയെ പറ്റിയിട്ടുള്ളതാണ്. ബാബ തഫാനി ഫിൽ അമലി അഹ്ലാമുഹു തഹബുൽ അമൽ. ബാബ എങ്ങനെയാണ് ഉപ്പ? ഉപ്പ ജോലിയിൽ മുഴുകി നമുക്ക് വേണ്ടി നന്നായി വർക്ക് ചെയ്യുന്ന ആളാണല്ലേ. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളാണ് നമ്മുടെ പ്രതീക്ഷകൾ. അപ്പോൾ ഉമ്മയും ഉപ്പയും പറ്റിയുള്ള വരി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി എല്ലാവരും ഇതൊന്ന് എടുത്തെഴുതിക്കേ. ഇത്രയും ഭാഗങ്ങൾ എല്ലാവരും കംപ്ലീറ്റ് ആക്കിയില്ലേ? ഇനി അടുത്തത് നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? നുമാരിസുൽ ഖത്ത് എഴുതി പ്രാക്ടീസ് ചെയ്യാനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നന്നാക്കാൻ ആഗ്രഹമില്ലേ? അപ്പോൾ അതിനു വേണ്ടി ഇതൊന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യാം. എങ്ങനെ തുടങ്ങണം? അടിയിൽ നിന്ന് മേലോട്ട് വേണം എഴുതി തുടങ്ങാൻ. ഒന്നാമത്തെ വരി ഏതാ? നമ്പേഴ്സ് ശ്രദ്ധിക്കണേ. ഒന്നാമത്തെ വരി നമ്പർ ഇട്ട പ്രകാരമുള്ള ഒന്നാമത്തെ വരിയിൽ നിന്ന് വേണം നിങ്ങൾ എഴുതി തുടങ്ങാൻ. എന്നിട്ട് ഏറ്റവും മേലെയാണ് അവസാനത്തെ വരി വരുന്നത്. അപ്പോൾ എല്ലാവരും അതിൻ്റെ മേലെ കൂടെ ഒന്ന് പകർത്തി എഴുതി നോക്കിക്കേ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവരും നന്നായി പഠിക്കുക.